നമസ്കാരം. അഞ്ജന വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് 3 അമ്പൂർ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 3 പാക്കറ്റ് പപ്പടം, പിന്നെ 2 ചിക്കൻ ബിരിയാണിയും 1 ബീഫ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അത് ലീക്കാവില്ല കേട്ടോ, നല്ല ടൈറ്റായിട്ടുള്ള പാക്കിംഗ് ആണ്. ചിക്കൻ ബിരിയാണി, പിന്നെ അടുത്തത് ബീഫ് ബിരിയാണിയാണ്, BF എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അടുത്തതും ചിക്കൻ ബിരിയാണിയാണ്. നല്ല അടിപൊളി പാക്കിങ്. ദ ബിരിയാണി, അതാണ് ഇവരുടെ ബ്രാൻഡ്. ദ ബിരിയാണി. ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കവറിൽ കാണാമല്ലോ, ബിരിയാണി ഉണ്ട്, പിക്കിളുണ്ട്, സാലഡ്, ഇത് മുട്ട പുഴുങ്ങിയതിൻ്റെ അടിയിലാണ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളിത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത്. ഈ ബിരിയാണി ശരിക്കും പറഞ്ഞാൽ ഇത് 6 മാസമായി ഇവിടെ തുടങ്ങിയിട്ട്, ട്രിവാൻഡ്രത്ത് തുടങ്ങിയിട്ട്. ദിനേശ് ചേട്ടനും സുനിൽ എന്ന് പറയുന്ന ചേട്ടനും അവരെല്ലാവരും ഒരുമിച്ചാണ് ഈ സംരംഭം തുടങ്ങിയത്. നന്നായിട്ട് പോകുന്നു എന്നറിഞ്ഞു. ഭയങ്കര ഫേമസ് ആണ് ബിരിയാണി ഇവരുടെ. പിന്നെ ഈ അമ്പൂർ ബിരിയാണി എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് വെല്ലൂർ എന്ന് പറയുന്ന തമിഴ്നാട്ടിൽ ഡിസ്ട്രിക്റ്റിൽ, അവിടുത്തെ അമ്പൂർ എന്ന് പറയുന്ന ഒരു ടൗണിൽ, അവിടെയാണ് ഈ ബിരിയാണി ഒറിജിനേറ്റ് ചെയ്യുന്നത്. സൗത്ത് ഇന്ത്യൻ ബിരിയാണിയാണ്. അപ്പം ഭയങ്കര ഫേമസ് ആണ്. നമുക്കപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ശരിക്കും ഈ ഒരു പാക്കിങ്ങിൽ ഇതിൽ തന്നെ കഴിക്കാവുന്നതാണ്. പക്ഷേ പ്ലേറ്റ് കൂടെ എടുത്ത് വെച്ചേക്കെന്ന് വെച്ചാൽ കുറച്ചുകൂടി വിശാലമായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചതാണ്. ഇപ്പോൾ റബ്ബർ ബാൻഡ് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് അഴിക്കാം. ഇനിയിപ്പോൾ അതൊക്കെ ഇതിൻ്റെ അടപ്പ് തുറക്കാം. ഇതിൻ്റെ മുകളിൽ മല്ലിയില, കാഷ്യൂനട്ട്, റൈസിൻസ് എല്ലാം വെച്ചിട്ടുണ്ട്. ഇപ്പം അമ്പൂർ ബിരിയാണി എന്ന് പറയുന്നത് ശരിക്കും മുളക് അരച്ച്, വറ്റൽമുളക് അരച്ച് ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ്. അധികം സ്പൈസി ആവത്തില്ല. പക്ഷേ സ്പൈസസ് എന്ന് പറയുന്നത് ഇപ്പം പട്ടയും ഗ്രാമ്പും ഒക്കെ എനിക്ക് തോന്നുന്നു ഒരുപാട് കൂടാതെ മൈൽഡായിട്ടാണ് ഇട്ടേക്കുന്നത്. അങ്ങനെയാണ് സാധാരണ. അപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കണം. പിന്നെ സാധാരണ അരിയും അതുപോലെ ഉപയോഗിക്കുന്ന സാമ്പാർ റൈസ് എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ റൈസാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഇത് ഏത് അരിയാണെന്നുള്ളത് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാം. പിന്നെ മുട്ട പുഴുങ്ങിയതും സാലഡും പിക്കിളും ഒക്കെ ഉണ്ട്. പപ്പടം ഇവിടെ ഇരിപ്പുണ്ട്. കുറച്ച് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെച്ച് കഴിച്ചു നോക്കാം. ചിക്കൻ ഇങ്ങോട്ട് മാറ്റി വെച്ചു. ബീഫും കൂടെ ഒന്ന് തുറന്ന് നോക്കാം. കാഴ്ചയിൽ ഒരുപോലെ തന്നെയാണ്. അകത്ത് ബീഫിൻ്റെ നോക്കണം. പീസസൊക്കെ വേണ്ട കാണുന്നുണ്ട്. മസാലയിൽ പൊതിഞ്ഞ ബീഫ് അടിപൊളിയാന്ന് തോന്നുന്നു കണ്ടിട്ട്. നല്ല പീസും ഒക്കെയാണ്. കഴിച്ചു നോക്കാം. കുറച്ചുകൂടെ റൈസ് നന്നായിട്ട് കാണാനും ഇതെല്ലാം കാണാനായിട്ട് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാണ്. നല്ല അടിപൊളി മണം കേട്ടോ. അയ്യോ, കൊതി വരുന്നു. വിശന്നിരിക്കുകയായിരുന്നു. നല്ല എല്ലില്ലാത്ത ബീഫിൻ്റെ പീസാണ്. അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ചിക്കൻ ബിരിയാണി അൺബോക്സ് ചെയ്യാണ്. നല്ല മസാലയിൽ പൊതിഞ്ഞ ചിക്കൻ്റെ പീസസ് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. റൈസൊക്കെ അമ്പൂർ ചിക്കൻ ബിരിയാണി ടേസ്റ്റ് ചെയ്യാൻ പോകുന്നു. പപ്പടം കൂടെ സൈഡിൽ വെച്ചു. പിക്കിൾ, മുട്ട, സാലഡ്, റൈസ്, പപ്പടം. കഴിച്ചു നോക്കാം. ഞാൻ റൈസ് ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. ഈ നിറത്തിൽ റെഡ് കളറിൽ ഇരിക്കുന്നുണ്ടെങ്കിലും അത്ര സ്പൈസി അല്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈൽഡ്ലി ഫ്ലേവേർഡാണ്. ഇനി സാലഡും കൂടെ വെച്ച് നോക്കണം. ഈ സാലഡും കൂടെ വെച്ച് കഴിച്ച് നോക്കുകയാണേ. ഇത് അധികം എരിവും അധികം സ്പൈസിയൊന്നും അല്ലാത്തതുകൊണ്ട്
നമുക്ക് കഴിച്ച് മടുക്കത്തില്ല. ഇത് മുഴുവൻ കഴിക്കാൻ പറ്റും ശരിക്കും. അപ്പോൾ ഞാൻ വന്നിരുന്നു. ഇത്ര നേരം ഞാൻ ക്യാമറയുടെ ബാക്കിലായത് കാരണം ഭയങ്കര തലവേദന ഇവർ കഴിക്കുന്ന കണ്ടിട്ട്. ഇപ്പോൾ നമ്മുടെ അഞ്ജനയാണ് ക്യാമറയുടെ ബാക്കിൽ. അപ്പം ഞാൻ ഈ ചിക്കൻ ബിരിയാണി ഒന്ന് അടിച്ചു നോക്കട്ടെ. നല്ല സൂപ്പർ മണം. ഇതാണ് പറയുന്നത്, നമ്മളിങ്ങനെ കഴിക്കാൻ നേരത്ത് വേറെ ആരെങ്കിലും വെക്കണം അല്ലേ അമ്മ? ബാക്കിൽ ഷൂട്ട് ചെയ്യും. ഇപ്പോഴേ അഞ്ജനയ്ക്ക് മനസ്സിലാവുള്ളൂ എൻ്റെ തലകറക്കം വന്നത്. പിന്നെ ഈ ഫീച്ചർ ഹൗസ് എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് ഉണ്ട് നമ്മുടെ ശാസ്തമംഗലത്ത്, ട്രിവാൻഡ്രത്ത്. ആ ഫീച്ചർ ഹൗസാണ് പിക്കപ്പ് പോയിന്റ് ഈ ബിരിയാണിയുടെ. പിന്നെ ഓൺലൈൻ ആയിട്ട് നമുക്ക് മേടിക്കാം. അതിൻ്റെ നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളും പിന്നെ ഗൂഗിൾ പേ ഉണ്ട്. അതെല്ലാം ഞാൻ ഈ വീഡിയോയുടെ താഴെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് എടുക്കട്ടെ. ഞാൻ കുറച്ച് കഴിച്ചിട്ട് ക്യാമറയുടെ പിന്നിൽ വന്നതാണ്. ശരിക്കും ഉഗ്രം ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരുപാട് സ്പൈസി അല്ലാത്ത ബിരിയാണി എനിക്കും ഇഷ്ടം. ബീഫ് ബിരിയാണിയും കൊള്ളാം, ചിക്കൻ ബിരിയാണി നന്നായിട്ടുണ്ട്. അപ്പോൾ മട്ടൺ ബിരിയാണി ശരിക്കും അമ്പൂർ ബിരിയാണി എന്ന് പറയുന്നത് മട്ടൺ ബിരിയാണി ശരിക്കും ഫേമസ് ആണ്. ഞങ്ങൾ ഇനിയൊരു അവസരത്തിൽ മട്ടൺ ബിരിയാണി കഴിക്കുന്നതായിരിക്കും. അതുപോലെ വെജിറ്റബിൾ ബിരിയാണി ഉഗ്രനാണെന്നാണ് കേട്ടിരിക്കുന്നത്. അതൊക്കെ ഇനി ട്രൈ നോക്കണം. എങ്ങനെയുണ്ട് ചായ കഴിച്ചിട്ട്? റൈസ് എങ്ങനെയുണ്ട്? ചായ കഴിക്കാൻ തുടങ്ങിയാൽ പറയാൻ കഴിച്ചാൽ സംസാരിച്ചില്ലെങ്കിൽ ഫുഡ് സൂപ്പർ എന്നർത്ഥം. അതെ അതെ, ഫുൾ കോൺസെൻട്രേഷൻ കഴിക്കുന്നതിലാണ്. എന്തായാലും ഇതിന്റെ ഓണേഴ്സായ ദിനേശേട്ടനും സുനിലേട്ടനും അമ്മച്ചി ഹാറ്റ്സ് ഓഫ് ടു യു. അതാണ് അങ്ങനെ നാക്ക് വരെ കുഴച്ചു വരും. അമ്മൂനെ എങ്ങനെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എനിക്ക് ബീഫ് ആയിട്ടിയ. നിനക്ക് ഏതാ ഇഷ്ടം? ഞാനൊരു അനുവാദത്തോടു കൂടി മോട്ടിക്കുന്നു. എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു. ബീഫ് നല്ല സൂപ്പറാണ്. നല്ല ടെൻഡർ ബീഫ്, പിന്നെ ലെസ് ഓയിലി. അതാണ് ഞാൻ നോക്കിയപ്പോൾ. ചിലവരിങ്ങനെ എല്ലാം വാരിയിട്ട് എണ്ണയായിരിക്കും. ഇതങ്ങനെയൊന്നും ഇല്ല. ഇത് അടിപൊളി സൂപ്പർ കിടക്കാച്ചി. ഇപ്പം നിങ്ങളെല്ലാവരും ഇത് ഓർഡർ ചെയ്യണം കേട്ടോ. ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യണം. എന്നുവെച്ചാൽ മറ്റ് ബിരിയാണികളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അയ്യോ സൂപ്പർ. ക്വാണ്ടിറ്റി, അതിൻ്റെ പാക്കിങ് എല്ലാം. ഞങ്ങൾ താമസിച്ചു പോയി 6 മാസം. നമ്മൾ എവിടെയായിരുന്നു അല്ലേ? 6 മാസം കോവിഡൊക്കെ കാരണേ ശരിക്കും പറഞ്ഞാൽ പല ദിവസവും പല വാങ്ങിക്കണമെന്ന് വെച്ചിട്ട് വന്നിരുന്നുണ്ട് പോയി. പിന്നെ ഡെലിവറി പറഞ്ഞ കറക്റ്റ് ടൈമിൽ തന്നെ അവർ കൊണ്ടുവരികയും ചെയ്തു. അതുമൊക്കെ സമ്മതിച്ചു തന്നേക്കുന്നു. ചിക്കൻ ബിരിയാണിയുടെ പ്രൈസ് എന്ന് പറയുന്നത് 180 ആണ്. മട്ടൺ ബിരിയാണി 260, വെജിറ്റബിൾ ബിരിയാണി 130, ബീഫ് ബിരിയാണി 190 റുപ്പീസ്. ചിക്കൻ ബിരിയാണിയേക്കാളും 10 രൂപ കൂടുതലാണ്. പക്ഷെ വേർത്താണ്. നല്ല പാക്കിങ്ങും കാര്യങ്ങളും. നല്ല പീസാണ്. അതെ, എള്ളൊന്നും ഇല്ലാത്ത നല്ല പീസാണ്. പിന്നെ പലവരും ബിരിയാണി വെക്കുമ്പോൾ മുട്ട കാണൂല, പൊടിഞ്ഞ പപ്പടം, അതൊക്കെ പപ്പടമൊക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് കൊണ്ടുവന്നത്. ഇപ്പം ഞാൻ ഇടുന്നതിന് മുമ്പേ ഞാൻ ഇച്ചിരി തട്ടിയപ്പോൾ പൊട്ടിപ്പോയതാണ് നേരത്തെ. അപ്പം പെട്ടെന്ന് തന്നെ നമ്മൾ കഴിച്ചു തീർക്കട്ടെ അല്ലേ? അങ്ങനെയുള്ള പപ്പടം ഞാൻ പൊടിച്ചു. മോഷണം വേണ്ട. അപ്പം ഞാൻ മുഴുവൻ മോഷണം പോകും. അപ്പം അഞ്ജനയും കൂടെ ഇരിക്കേ. അപ്പം ഇങ്ങനെ നമ്മൾ ബിരിയാണി അഞ്ജനെ പിടിച്ചിരുത്തി. ഈ പിക്കിള് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. സ്വീറ്റ് ആൻഡ് സവർ ടേസ്റ്റ്. അല്ല, ഇച്ചിരി ഒരു മധുരവും പുളിപ്പും ഒക്കെ കൂടെ ഉള്ളൊരു അച്ചാറാണ്. സാധാരണ നാരങ്ങ അച്ചാർ പോലല്ല, വ്യത്യാസമുണ്ട്. എന്തായാലും ഈ ചേട്ടന്മാർ രണ്ടുപേരും ഇത് തുടങ്ങിയതിലും ഏറ്റവും എനിക്ക് നന്ദി പറയേണ്ടത് ഇവർ രണ്ടുപേരുടെ കുക്കുമാര്. സൂപ്പർ കുക്കുമാർ കേട്ടോ. ഭയങ്കര കൈപ്പുണ്യമുള്ളൊരു കുക്കുമാരാണ് അല്ലേ? അല്ല, എപ്പോഴും വ്യത്യസ്തമായ ബിരിയാണികൾ ട്രൈ ചെയ്യാനാണ് എല്ലാവർക്കും ഇഷ്ടം. ഇപ്പോൾ ട്രിവാൻഡ്രം സിറ്റിയിലുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് നല്ലൊരു സംരംഭം. അതിനെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും സാധിക്കും. അവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഒരിക്കലെങ്കിലും ഇത് കഴിച്ചു നോക്കണം, അപ്പോഴേ ആ വ്യത്യാസം മനസ്സിലാവുള്ളൂ. അപ്പോൾ ആരെങ്കിലും ഇത് കഴിച്ചു നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും വേഗം ഓർഡർ ചെയ്യാം. പറഞ്ഞ സമയത്ത് തന്നെ വീട്ടിലെത്തിക്കും. നല്ല നല്ല പീസുകൾ ചിക്കൻ്റെ കാലൊക്കെ ഉണ്ടോ? അങ്ങനെ ഞങ്ങൾ അമ്പൂർ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻജോയ് ചെയ്യാണ് ശരിക്കും.
ഇന്ന് കഴിച്ച് ഞങ്ങളിന്ന് ദിവസം നല്ലൊരു ഹാപ്പി ഡേ ആക്കി. ഇപ്പം ട്രിവാൻഡ്രം സിറ്റിയിലുള്ളവർ എല്ലാവരും ഈ ബിരിയാണി ട്രൈ ചെയ്യുക. പിന്നെ എറണാകുളത്തുനിന്ന് കാലിക്കറ്റിൽ നിന്നൊക്കെ ആരെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ ഇത് ട്രൈ ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഹോട്ടലിൽ നിങ്ങൾ ഓൺലൈൻ വിളിച്ചാൽ കിട്ടും. അവർ ചീത്ത പറയത്തില്ല കേട്ടോ, അവരെയും കഴിപ്പിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയുക. പിന്നെ താങ്ക്സ് ഫോർ സപ്പോർട്ടിങ് എസ്. പിന്നെ ഈ ബിരിയാണി എന്നുള്ള വെഞ്ചറിനും എല്ലാ വിഷസും ഞങ്ങൾ അറിയിക്കുന്നു. താങ്ക്സ് ഫോർ സപ്പോർട്ടിങ് എസ് ആൻഡ് ഫോർ ദിനേശ് ചേട്ടൻ ആൻഡ് സുനിലേട്ടൻ. പിന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫ്രം ഓൾ ഓഫ് അസ്. ബൈ. ബൈ.